ഇത്രയും ദിവസമെന്ന് പറയുമ്പോൾ 20 ദിവസം. ആ 20 ദിവസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, അതായത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം പാക് സൈന്യം ഇന്ത്യക്ക് നേരെ മിസൈലും ഫൈറ്റർ ജെറ്റ്സും ഒക്കെ വിടുന്നതടക്കമുള്ള, ഇന്ത്യ അവിടെ പോയി പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ തകർക്കുന്നതടക്കമുള്ള ആക്രമണങ്ങൾ നടന്ന ഒരു പീരീഡാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൈമാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു പ്രകോപനത്തിനും ഞങ്ങളില്ല എന്ന് പാകിസ്ഥാൻ കീഴടങ്ങി പറയുന്നത് കൂടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സമ്പൂർണ്ണ നയതന്ത്ര വിജയമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ? പിയാസുനിൽ. സുജിയ, തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇനിയൊരു വലിയ സംഘർഷത്തിലേക്കില്ല എന്ന് പാക് സൈന്യം ഇന്ത്യക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയായി നമുക്കിതിനെ വിലയിരുത്താം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അവിടുത്തെ ഭീകര ക്യാമ്പുകൾക്കെതിരെ മാത്രമാണ്, അല്ലെങ്കിൽ ഭീകരതയ്ക്കും എതിരെ മാത്രമാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ പാകിസ്ഥാൻ ഈ ഭീകരർക്ക് വേണ്ടി ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ നൽകി. ആ ഒരു തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ പാക് സൈന്യത്തിന്റെ 20% അടിസ്ഥാന സൗകര്യങ്ങൾ നശിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതിൽ യുദ്ധവിമാനങ്ങളുണ്ട്, വ്യോമതാവളങ്ങളുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാന് ഉണ്ടായത്. ഒടുവിൽ പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തലിനായി ഇന്ത്യക്ക് മുമ്പാകെ എത്തുകയും ഇന്ത്യയോട് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനുമായി ചില ഉപാധികളോടുകൂടി വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചത്. ഒരു ഗൺ ഷോട്ട് പോലും ഇനി അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ മുഴങ്ങാൻ പാടില്ല എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാട്. ഏതായാലും അത് പാകിസ്ഥാൻ പൂർണ്ണമായി തന്നെ അംഗീകരിക്കുകയും വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ നീക്കത്തിൽ പാകിസ്ഥാൻ ഭയന്നു വിറച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇനി ഇന്ത്യയുമായി ഒരു സംഘർഷത്തിനില്ല, സൈനിക സംഘർഷത്തിനില്ല, മിലിറ്ററി നീക്കത്തിനില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും ഇപ്പോൾ BSF ജവാനെ വിട്ടുതരണം എന്നുള്ള ഇന്ത്യയുടെ ആവശ്യം അതുപോലെ തന്നെ പാകിസ്ഥാൻ അംഗീകരിച്ച് BSF ജവാനെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറുന്നത്. ഏതായാലും ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിൽ മുന്നോട്ട് പോകുന്നതിന് പാകിസ്ഥാന് ശേഷിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. നേരത്തെ തന്നെ അതിന്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പോലും ഇന്ത്യയുമായി ഏറ്റുമുട്ടി നിൽക്കാനുള്ള ശേഷി, സൈനിക ശേഷിയായാലും പൂർണ്ണം കുമാർ ഷായെ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അമൃത്സറിലെ അട്ടാരി വഴി ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചു നൽകിയിരിക്കുകയാണ് BSF ജവാനെ. ഇപ്പോൾ ഡീബ്രീഫിംഗ് നടക്കുകയാണ്. ആ ഡീബ്രീഫിംഗിന് ശേഷമായിരിക്കും കുടുംബത്തിന് ഒപ്പം ചേരാൻ PK ഷായ്ക്ക് സാധിക്കുക. രജനി എന്ന PK ഷായുടെ ഭാര്യ സേനാ വിഭാഗങ്ങളോട് ആവശ്യപ്പെട്ടത് തന്റെ ഭർത്താവിനെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കണം എന്നതാണ്. അത് നമ്മൾ നടപ്പാക്കിയിരിക്കുന്നു. നമ്മുടെ BSF ജവാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ തിരികെ കൈമാറിയിരിക്കുന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണിത്. പിയാസുനിലാണ് ദ ബിഗ് ബ്രേക്കിംഗ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക് തിരികെ എത്താം. ഇടവേള.